സംഭവം ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാടകയ്ക്ക് എടുത്ത വീട്ടിൽ നിന്നാണ് എടുത്തുകൊണ്ട് പോയത്. പുറകിലത്തെ വീട്, ഫ്രണ്ടിൽ ഇത് കിടക്കുന്ന പുറകിലത്തെ വീട്ടിൽ, ഓടിട്ട വീട്ടിൽ. ഞാൻ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോടതിയിൽ ഇദ്ദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കോടതിയിൽ ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചു. ആ ഇഞ്ചക്ഷൻ ഓർഡർ ഒരു തവണ ഈ കേസ് എന്നെ അഡ്വക്കേറ്റ് അറിയിക്കാതെ ഇദ്ദേഹം അവരെ സ്വാധീനിച്ചുകൊണ്ട് ആ പെറ്റീഷൻ അന്ന് തള്ളിച്ചു. ആ സമയം നോക്കി ഇയാൾ വീട് വെളിയിൽ വെച്ച് പൂട്ടി. ഞാനതറിഞ്ഞ് ഞങ്ങളില്ലാത്തപ്പോഴാണ് വീട് പൂട്ടുന്നത്. അപ്പം ഞാനതറിഞ്ഞ് വീണ്ടും കോടതിയെ സമീപിച്ച് കോടതിയിൽ പരാതി കൊടുത്തു. ഇതുപോലെ അദ്ദേഹം എൻ്റെ വീട്ടുപകരണങ്ങളും ഡ്രസ്സുകളും എൻ്റെ പണിയായുധങ്ങൾ സഹിതം എല്ലാ സാധനവും അതിനുള്ളിൽ വെച്ച് ഇയാൾ അനധികൃതമായി വീട് പൂട്ടി കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ നടപ്പുണ്ട്. ഇന്ന് നിലവിൽ കോടതിയിലുണ്ട്. RP IA 8/2026 ഈ സമയത്താണ് ഈ കോടതിയിൽ നിന്ന് ഞാൻ കോടതിയോട് പറഞ്ഞ് എൻ്റെ സാധനങ്ങൾ ഇന്ന സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ പറഞ്ഞ് ജഡ്ജിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കഷ്ടനഷ്ടങ്ങൾ ഇദ്ദേഹം വരുത്തുന്നു, അതുകൊണ്ട് എനിക്ക് ആ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ കോടതിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കമ്മീഷണറെ വെച്ച് ഈ സാധനങ്ങളെല്ലാം തന്നെ ആ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു 2-3 മാസത്തിന് മുമ്പ് ഒരു കോടതി ഒരു മീഡിയേഷനിലേക്ക് വെച്ച് എന്നോട് ചോദിച്ചു ഇങ്ങനെ സെറ്റിൽമെൻറ്റ് തീരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടില്ല, എൻ്റെ വീട്ടുപകരണങ്ങളും എൻ്റെ തൊഴിലിനുള്ള സാധനങ്ങളും കിട്ടിയാലേ ഞാൻ കേസ് തീർക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി മീഡിയേഷൻ വെച്ച് ആദ്യം ഈ സാധനങ്ങളെല്ലാം തരാമെന്ന് പറഞ്ഞ വ്യക്തി അവിടെ മീഡിയേഷൻ സെൻറ്ററിൽ വന്നിട്ട് പറയുക കട്ടിലും അലമാരയും ഇതൊന്നും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നുമില്ലെന്ന്. സാർ ഇതെല്ലാം നോക്കിക്കാട്ട് ഇതെല്ലാം ഇതിനകത്ത് കമ്മീഷണർ റെക്കോർഡ് ചെയ്ത് കോടതി കൊടുത്തിട്ടുണ്ട്. ഇത് അടയാള സഹിത പകർപ്പാണ്. ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇയാൾ മോടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിന് കേസെടുക്കണം, അതാണ് എൻ്റെ ആവശ്യം. ഫ്രണ്ടല്ലല്ലോ പുറകിലത്തെ വീടാ. CMB ഇട്ടാൽ അതെന്താ എൻ്റെ സാധനങ്ങൾ മോട്ടിച്ചുകൊണ്ട് പോയതിന് കേസെടുക്കാൻ കഴിയില്ല. സാറിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല. ഇതിപ്പോൾ SP സാറിന് കൊടുത്ത പരാതിയാണ്. SP കൊടുത്ത പരാതിയാണ്. സാറേ അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലല്ലോ. അത് തീരണ്ട, അദ്ദേഹത്തിൻ്റെ ജീവിതനാൾ മൊത്തം കോടതി കയറി. ഇപ്പൊ ഒരു മിനിറ്റ്, അത് ഞാൻ പറഞ്ഞല്ലോ. അത് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു, മീഡിയേഷൻ സെന്ററിൽ സംസാരിച്ച്. അപ്പോൾ എന്തിനാ ഒഴിയുന്ന എന്തിനാ? ഞാൻ തീർത്തു ഒഴിയണമെങ്കിൽ എൻ്റെ സാധനങ്ങൾ അയാൾ തരട്ടെ, കേസ് തീർത്തു കൊടുത്ത് എൻ്റെ അലമാര കട്ടല് എൻ്റെ സാധനങ്ങളെല്ലാം കമ്മീഷനെ വെച്ച് അയാളുടെ സാധനങ്ങൾ ലിസ്റ്റ് കോടതി കൊടുത്തിട്ടുണ്ട്. അയാൾ 487/2020 കേസ് നടത്തുകയാണ്. അതെല്ലാം കൊണ്ട് അവരുടെ വീട് അത് അദ്ദേഹത്തിന് അങ്ങനെ തേയണമെങ്കിൽ തേഞ്ഞോട്ടെ, അദ്ദേഹത്തിന് തേഞ്ഞോട്ടെ. ഇടപാട് നടത്താനൊന്നുമില്ല. എൻ്റെ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ തരാതെ ശരി, നിങ്ങളത് കോടതി മുഖാന്തരം കേസ് നടത്തി സാധനം എടുക്കുക കേട്ടോ. അപ്പോൾ സാധനം മോട്ടിച്ചുകൊണ്ട് പോയതിന് സാറിന് കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ വാടകയ്ക്ക് ആ ഓടിട്ട കെട്ടിടത്തിൽ നിന്നാണ് എടുത്തത്. സാധനം ഓടിട്ട കെട്ടിടത്തിൽ നിന്നാണ് എടുത്തത്. കണ്ടതിന് സാക്ഷികളുമുണ്ട്, കണ്ടതിന് ദൃസാക്ഷികളുമുണ്ട്. സാറിന് നടപടി എടുക്കാൻ കഴിയുമെങ്കിൽ നടപടി എടുക്കുക, അല്ലെങ്കിൽ ഞാൻ പരാതി മേളുമായി പോകും. സാർ ഈ ബോധ്യം, പോലീസിൻ്റെ ബോധ്യമൊക്കെ എനിക്കറിയാം സാറേ. ഞാൻ നോക്കാത്ത ആളോ ഞാൻ കാണാത്ത ആളോ ഞാൻ നിയമത്തെ അറിയാത്ത ആളോ അല്ല. അപ്പോൾ അതുകൊണ്ട് സാറിന് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ, സാറിന് മനഃപൂർവ്വം അദ്ദേഹത്തിനെ സംരക്ഷിക്കണം എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഞാൻ മീഡിയയിൽ പോയി എന്ന് പറയും. മീഡിയയിൽ ചെന്ന് ഞാനിന്ന് വാർത്താ സമ്മേളനം നടത്തും. ഞാൻ കൃത്യമായി ഇയാളെ ഞാൻ അതിനകത്ത് ഒന്നിൽ മാന്യമായിട്ട് അദ്ദേഹം തീർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തീരുമാനിച്ചോട്ടെ. അല്ലെങ്കിൽ വേറെ കേസ് ഇവിടെ കോടതിയിലുണ്ടായിരുന്നു.
ഈ സ്റ്റേഷനിൽ നിന്ന് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ഞാൻ ഹാജരാകാത്തടിക്ക് തള്ളി. അത് ഞാൻ അപ്പീൽ കൊടുത്തിട്ടുണ്ട്, നോട്ടീസ് പോയിട്ടുണ്ട്. മീഡിയ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. എനിക്കാരെയും പേടിപ്പിക്കണ്ട. പേടിയില്ല. സാറ് പോയാലും പ്രശ്നമില്ല. മേളിൽ ആയിക്കോട്ടെ ഭൂമി ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. അപ്പോൾ ശരി. അപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ ചേട്ടാ എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായത്. നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ മേളിൽ കൊടുക്കാം, അവരന്വേഷിക്കട്ടെ. എൻ്റെ അന്വേഷണം. സാറിൻ്റെ പേരെന്താന്ന് പറഞ്ഞത്? വിമൽ രംഗനാഥ്. ഓക്കെ. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ഇനി ഇഷ്ടംപോലെ ഓഫീസ്. അതുകൊണ്ടല്ലോ ഞാൻ കൊടുക്കാം. ഇപ്പം തന്നെ ഞാൻ പോവാം. ഇപ്പം തന്നെ പോവാം സാറേ. ഇവനെ എന്തായാലും വിട്ടുവെക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ പരസ്പരം സംസാരം അദ്ദേഹത്തിന് അങ്ങനെ വിട്ടുവെക്കാനൊന്നും ഞാൻ നിങ്ങളുടെ നല്ല കാലം കാശും സമയവും കോടതികളിൽ അത് പൊയ്ക്കോട്ടെ. അദ്ദേഹത്തിനും അതല്ലേ ആഗ്രഹം. എൻ്റെ സാറേ ഞാൻ മാന്യമായിട്ട് ഒരു മിനിറ്റ് ഞാൻ മാന്യമായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു. എൻ്റെ വീട്ടുപകരണങ്ങൾ തന്ന് കേസുകളെല്ലാം തീർത്തിട്ട് അദ്ദേഹത്തിനോട് പോയിക്കണം. അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. താണ്ട് സാറിന് സംശയം ഉണ്ടെങ്കിൽ സാർ ഇത് വായിച്ചു നോക്ക്. നിങ്ങൾ കോടതിയെ സമീപിക്കണേ. അത് രണ്ടുപേരും കൂടെ പോകുന്നില്ലല്ലോ. ഇപ്പൊ മോഷണത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് കേസെടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് കോടതിയിലുള്ള കാര്യം അവിടെ നിൽക്കട്ടെ സാറേ. കോടതിയിലുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. കോടതി അത് അദ്ദേഹത്തിന് ഇന്ന് തീർക്കാനാണെങ്കിൽ ഇന്ന് തീർക്കാം. അദ്ദേഹം അപ്പോൾ എനിക്കിട്ട് പണിയാനാണ് അദ്ദേഹം തീർമാനിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ ആ രീതിയിൽ തന്നെ എൻ്റെ സാധനം ഓടിച്ചതിന് ഞാൻ കേസെടുക്കും. ഇല്ല, ഒപ്പിടൊന്നും ഇടത്തില്ല. ഒപ്പിടേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് പരാതി ഞാൻ പറയേണ്ടടുത്ത് ഞാൻ സാറെ പറഞ്ഞോളാം. ഇതൊക്കെ എനിക്കറിയാം. 2 പോലീസുകാർ ഇവിടെ വന്ന് ഇപ്പോൾ സംസാരിച്ചിട്ട് പോയത് കാരണം ഇതാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഈ ക്യാമറ മൊത്തം ഞാൻ എടുപ്പിക്കും. ഞാൻ പോയി മേലുദ്യോഗസ്ഥരെ കാണാൻ തന്നെയാണ് പോയത്.